ഗുഡ് മോർണിംഗ് എവരി സിവിൽ എഞ്ചിനീയേഴ്സ്. ഇന്ന് ഇവിടെ സർവേയിങ് ആൻഡ് ലെവലിംഗ് എന്ന ടോപ്പിക്കാണ് ഓവർസിയർ എന്ന 2020 എക്സാമിന് വേണ്ടി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സർവേ ടോപ്പിക്കിൽ നിന്നൊരു 40% കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം കാണാറുണ്ട് എക്സാംസിനൊക്കെ. അത് ഇയർ വൈസ് മാറാറുമുണ്ട്. സർവേയിൽ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. അതിൽ ഒരുപാട് സർവേയിങ് തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അത് ബേസ് ചെയ്ത് ഒരുപാട് ക്ലാസ്സസും വരുന്നുണ്ട്. ആദ്യം നമുക്ക് ബേസിക്സ് നോക്കാം. സർവേയിങ് അതിൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ ഒരു ആർട്ട് ഓഫ് മെഷറിങ് റിലേറ്റീവ് പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ എന്തുവാ, ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട് വിത്ത് റെസ്പെക്റ്റ് ടു എന്തെങ്കിലും ഏരിയ അല്ലെങ്കിൽ എന്തെങ്കിലും വിത്ത് റെസ്പെക്റ്റ് ടു ഏതെങ്കിലും ഒബ്ജക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്നുകിൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഏരിയയുടെ ആ ഒരു സൈറ്റിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഓളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എർത്തിൻ്റെ എബോ അല്ലെങ്കിൽ ബിലോ എന്ന കൺസെപ്റ്റിൽ നമ്മൾ ആ ഒരു ഏരിയയെ റിലേറ്റീവ് പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ സർവേ ചെയ്യുന്നതിനെയാണ് സർവേയിങ് എന്ന് പറയുന്നത്. അതായത് ആർട്ട് ഓഫ് മെഷറിങ് റിലേറ്റീവ് പോയിൻറ്റ്സ് എന്ന് നമുക്ക് സിംപ്ലി പറയാം. ഇത് സർവേയിങ് തന്നെ നമുക്ക് ഒരുപാട് ബ്രാഞ്ചായിട്ട് പറയാം. അതിലൊന്നാണ് ലെവലിംഗ്. ഇൻ കേസ് നമ്മൾ ഈ സർവേയിങ് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് നടത്തണമെങ്കിൽ അത് നമുക്ക് സിംപ്ലി സർവേയിങ് തന്നെ. പക്ഷേ ഇൻ കേസ് അത് വെർട്ടിക്കൽ പ്ലെയിനാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ലെവലിംഗ് എന്ന് പറയും. നമ്മൾ സർവേയിങ്ങിൽ ഹൊറിസോണ്ടൽ ആംഗിൾ നോക്കാറുണ്ട്, വെർട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാറുണ്ട്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. മെയിൻ ഒബ്ജക്റ്റീവ് എന്തെന്ന് ചോദിച്ചാൽ അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതല്ലാതെ നമുക്ക് ഏരിയ അല്ലെങ്കിൽ ഓളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, സെറ്റിംഗ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ മെയിൻ ഒബ്ജക്റ്റീവ് എന്തെന്ന് വെച്ചാൽ പ്രിപ്പയർ എ പ്ലാൻ ഓർ മാപ്പാണ്. സർവേയിങ് സിംപ്ലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്ലെയിൻ സർവേയിങ്, രണ്ടാമത്തത് ജിയോഡറ്റിക് സർവേയിൽ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് സർവേയിങ് എന്ന് പറയും. ഈ പ്ലെയിൻ സർവേയിങ് എന്ന് പറയുമ്പം പേരിൽ തന്നെയുണ്ട് പ്ലെയിൻ. എർത്തിൻ്റെ കർവേച്ചർ. എർത്ത് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഒബ്ലേറ്റ് സ്പിറോയിഡ് അല്ലെങ്കിൽ ജിയോയിഡ് ഷേപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷനിൽ ഇത് ഒബ്ലേറ്റ് സ്പിറോയിഡ് അല്ലെങ്കിൽ അതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഷേപ്പ് ഓഫ് എർത്ത് അത് ഒബ്ലേറ്റ് സ്പിറോയിഡ് അല്ലെങ്കിൽ ജിയോയിഡ് ഷേപ്പാണ്. ഒബ്ലേറ്റ് സ്പിറോയിഡ് ഓർ ജിയോയിഡ് ഷേപ്പ്. അപ്പം ഇതിൻ്റെ എർത്തിൻ്റെ കർവേച്ചർ, ആ ഒരു കർവ് കൺസിഡർ ചെയ്യാൻ നമ്മൾ എടുക്കുന്നതിന് പ്ലെയിൻ സർവേയിങ് എന്നും, കർവേച്ചർ നമ്മൾ കൺസിഡർ ചെയ്തെടുക്കുന്നതിന് ജിയോഡറ്റിക് സർവേയിങ് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏരിയ. ഒരു 260 കിലോമീറ്റർ ഓർ 100 സ്ക്വയർ മൈൽസിൻ്റെ അകത്ത് നമ്മൾ സർവേയിങ് എടുക്കുന്നത് നമ്മൾ പ്ലെയിൻ സർവേയിലും, 260 കിലോമീറ്ററിനെ കാട്ടി കൂടുതൽ നമ്മൾ എടുക്കുന്നത് ഏതാണ്, അല്ലെങ്കിൽ 100 സ്ക്വയർ മൈൽസിനെ കാട്ടി കൂടുതൽ നമ്മൾ വാല്യൂസ് എടുക്കുന്നത് ജിയോഡറ്റിക് സർവേയിങ് അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് സർവേയിങ് ആണ്. പ്ലെയിൻ സർവേയിങ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ലെസ് ആക്യുറേറ്റ് ആണ്. അപ്പോൾ മോർ ആക്യുറേറ്റ് മെത്തേഡ് എന്ന് ചോദിക്കുമ്പോൾ ജിയോഡറ്റിക് സർവേ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് സർവേ. അപ്പം ആ ഒരു പേരിൽ രണ്ട് പേരും പഠിച്ചു വെച്ചേക്കണം, ജിയോഡറ്റിക് സർവേയിങ് ഓർ ട്രിഗ്നോമെട്രിക് സർവേ. ഏതാണ് മോർ ആക്യുറേറ്റ് എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ജിയോഡറ്റിക് സർവേ ഓർ ട്രിഗ്നോമെട്രിക് സർവേ. കാര്യം എന്താണ്, നമ്മൾ അതിൻ്റെ കർവേച്ചറും കൂടെ കൺസിഡർ ചെറിയ ചെറിയ വാല്യൂസിൻ്റെ ലെങ്ത് പോലും നമ്മൾ എടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ആക്യുറേറ്റ് അതാണ്. പിന്നെ ഈ പ്ലെയിൻ സർവേയിങ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ബിൽഡിംഗ് പ്ലാൻസ് കുറച്ച് എന്തായാലും 260 കിലോമീറ്ററിനകത്തുള്ള അപ്പോൾ എന്തായിരിക്കും നമ്മൾ ബിൽഡിംഗ് ഒക്കെ അതിൻ്റെ അകത്തായിരിക്കും കൺസിഡർ. അപ്പം ബിൽഡിംഗ് പ്ലാൻസ്. അപ്പം മറ്റേതെന്ന് വെച്ചാൽ നാഷണൽ, സ്റ്റേറ്റ്, ഇൻ്റർനാഷണൽ കൂടുതലും മാപ്പിങ്ങിനൊക്കെ വേണ്ടിയാണ്. ഈ 260 കിലോമീറ്റർ കൂടുതൽ നമ്മൾ എടുക്കുന്നതിനാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്, ജിയോഡറ്റിക് സർവേ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് സർവേ ഉപയോഗിക്കുന്നത്. ഈ ജിയോഡറ്റിക് സർവേയിങ് അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് സർവേയിങ് ആരാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ സർവേയിങ് ചെയ്യുമ്പോൾ ട്രയാങ്കുളായിട്ട് ഡിവൈഡ്, അത് ഇനി വേറെ അങ്ങോട്ടുള്ള ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഈ പ്ലെയിൻ സർവേയിങ്ങിൽ നമ്മൾ ട്രയാങ്കിൾസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിരിക്കും. പക്ഷേ ജിയോഡറ്റിക് സർവേയിൽ നമ്മൾ കർവേച്ചർ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് ഈ ട്രയാങ്കിൾസ് സ്പിറിക്കൽ ഷേപ്പ് ആയിരിക്കും.
പിന്നെ അടുത്ത മെയിൻ ഇമ്പോർട്ടൻറ്റ് ഈ ടിക്ക് ചെയ്തേക്കണൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ഷേപ്പ് ഓഫ് എർത്ത് എന്ന് വെച്ചാൽ ഒബ്ലേറ്റ് സ്പിറോയിഡൽ ജിയോ ഷേപ്പാണ്. പിന്നെ ഉള്ളത് നമുക്കറിയാം നമ്മൾ എർത്തിൽ ഇക്വിറ്റോറിയൽ ആക്സിസ് ഉണ്ട്, പോളാർ ആക്സിസ് ഉണ്ട്. അപ്പം ഒരു എർത്തിൻ്റെ കർവേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർവേയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം പഠിക്കുമ്പോഴാണ് ഇത് മിക്കവാറും ചോദിക്കുന്നതാണ്. ലെങ്ത് ഓഫ് ഇക്വിറ്റോറിയൽ ആക്സിസും ലെങ്ത് ഓഫ് പോളാർ ആക്സിസ് ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ വരും. അത് രണ്ടിൻ്റെയും ലെങ്തിന് ചെറിയ വ്യത്യാസമുള്ളൂ. കൂടി നിൽക്കുന്നത് എന്തായാലും ഇക്വിറ്റോറിയലാണ്, അത് ഡെഫിനറ്റ്ലി നമുക്കറിയാം. കുറഞ്ഞു നിൽക്കുന്നത് പോളാർ ആക്സിസുമാണ്. ലെങ്ത് ഓഫ് ഇക്വിറ്റോറിയൽ ആക്സിസ് എന്ന് വെച്ചാൽ 12,756.75 കിലോമീറ്ററും ലെങ്ത് ഓഫ് പോളാർ ആക്സിസ് എന്ന് വെച്ചാൽ 12,713.8 കിലോമീറ്റർ. ഒന്ന് 10th പ്ലേസിൽ വരുന്ന ഡിഫറൻസാണ്. ഒന്ന് 56.75 കിലോമീറ്ററും രണ്ടാമത്തെ വന്നിട്ട് 13.8 കിലോമീറ്ററും. ഈ 10th പ്ലേസ് കഴിഞ്ഞ് അങ്ങോട്ട് പോയിൻ്റ് അങ്ങോട്ട് വരെയുള്ള ഡിഫറൻസാണ്. അതിനൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ 42.95 കിലോമീറ്ററാണ്. അപ്പോൾ ഒന്ന് 56ഉം ഒന്ന് 13ഉമാണ്. പോയിൻ്റ് അങ്ങോട്ട് ആദ്യം മെയിനായിട്ട് 10th പ്ലേസാണ് നോക്കണം. 56.75 കിലോമീറ്ററും 13.8 കിലോമീറ്റർ ഡിഫറൻസ് 42.95 കിലോമീറ്ററാണ്. പിന്നെ ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഈ പോളാർ ആക്സിസ് ഇക്വിറ്റോറിയൽ ആക്സിസ് എത്ര പെർസെൻറ്റേജാണ് സ്മോളർ അല്ലെങ്കിൽ ഗ്രേറ്റർ എന്ന് ചോദിക്കുക. അപ്പോൾ പോളാർ ആക്സിസ് 0.34%. അപ്പം 0.34% പോളാർ ആക്സിസ് ഇക്വിറ്റോറിയൽ ആക്സിനെ കാട്ടിയും ഗ്രേറ്റർ. പോളാർ ആക്സിസ് is 0.34% സ്മോളർ ദാൻ ഇക്വിറ്റോറിയൽ ആക്സിസ്. ഇത് ഇത്രയാണ് ഒരു ബേസിക് എന്ന് പറയുന്നത്. അടുത്ത ഇതിലോട്ട് പോവാം. അടുത്ത രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഏതൊരു ഗൈഡ് എടുത്ത് നോക്കിയാലും ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. ഫസ്റ്റത്തെന്ന് പറയുന്നത് എക്സാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ടിക്കറ്റേക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആർക്ക് ലെങ്ത് ആൻഡ് കോഡ് ലെങ്ത്. ആർക്ക് ലെങ്ത് അറിയാം, ആർക്ക് ലെങ്തും കോഡ് ലെങ്തും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ 18.3 കിലോമീറ്റർ വരെ 10 സെൻറ്റിമീറ്റർ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഈ ആർക്ക് ലെങ്തും കോഡ് ലെങ്തും തമ്മിലുള്ള ഡിഫറൻസ് 18.3 കിലോമീറ്റർ. ആർക്ക് ലെങ്ത് എന്ന് വെച്ചാൽ എന്തോന്നാണ്? രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള കർവ് ഡിസ്റ്റൻസിനാണ് എന്തോന്ന് പറയുന്നത്? ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ആർക്ക് ലെങ്ത് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് അലോങ് എ സെക്ഷൻ ഓഫ് കർവ് ആണ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. കോഡ് ലെങ്ത് എന്ന് പറയുന്നത് എന്തോന്നാണ്? കോഡ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് ലൈൻ എന്ന് വെച്ചാൽ ദ കോഡ് ഈസ് എ ലൈൻ സെഗ്മെൻറ്റ് ദാറ്റ് ജോയിൻസ് 2 പോയിൻറ്റ്സ്. മറ്റേത് കർവ് ആണെങ്കിൽ ഇത് ലൈനാണ്. അതാണ് അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർക്ക് ലെങ്തിൻ്റെയും കോഡ് ലെങ്തിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 18.3 കിലോ, അതായത് 18.3 കിലോമീറ്റർ വരെ 10 സെൻറ്റിമീറ്ററേ കാണാവൂ. അത്ര ഒരു ചെറിയ ഇതേ കാണാവൂ. ഇൻ കേസ് അത് ഇപ്പം അവർ ചോദിക്കും 183 കിലോമീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ 10 സെൻറ്റിമീറ്റർ മാറി എന്ത് ചെയ്യും? പോയിൻ്റ് മാറുമ്പോൾ 100 സെൻറ്റിമീറ്റർ. അതേപോലെ ഇപ്പം അതിൻ്റെ ഹാഫ് എടുത്താൽ 91.5 കിലോമീറ്റർ എടുത്താൽ എന്താ 50 സെൻറ്റിമീറ്റർ കാണാവും. അതേപോലെ 1.83 കിലോമീറ്റർ എടുത്താൽ 1 കിലോമീറ്റർ എടുത്താൽ എത്ര കാണാവും? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 18 കിലോമീറ്റർ സംതിങ് എടുത്താൽ 10ഉം 183 എടുത്താൽ എത്ര ഒരു 100ഉം, അതേപോലെ 90 സംതിങ് എടുത്താൽ 50ഉം, അതേപോലെ 1 പോയിൻ്റ് എടുത്താൽ 1 സെൻറ്റിമീറ്ററെ കാണാം. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. പിന്നെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ് ഓഫ് എ സ്പിറിക്കൽ ട്രയാങ്കിൾ ആൻഡ് ദാറ്റ് ഓഫ് പ്ലെയിൻ ട്രയാങ്കിൾ ഈസ് 1 സെക്കൻഡ് പെർ എവരി 195.5 കിലോമീറ്റർ സ്ക്വയർ. ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് സ്പിറിക്കൽ ട്രയാങ്കിളിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു. സ്പിറിക്കൽ ഏതിൻ്റെ കേസിലാണ്? ജിയോഡറ്റിക് സർവേയിൽ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് സർവേയിൽ നമ്മൾ പറഞ്ഞു. പ്ലെയിൻ ട്രയാങ്കിളിൻ്റെ സ്ട്രെയിറ്റ് ട്രയാങ്കിളിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഈ സ്പിറിക്കൽ ട്രയാങ്കിളിൻ്റെയും അതേപോലെ പ്ലെയിൻ ട്രയാങ്കിളിൻ്റെയും ആംഗിൾസിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾസ് ഉണ്ടല്ലോ, അതിൻ്റെ സമ്മിൻ്റെ ഡിഫറൻസസ് എന്ന് പറയുന്നത് 195.5 കിലോമീറ്റർ സ്ക്വയർ വരെ 1 സെക്കൻഡ് ആയിരിക്കും. 195.5 കിലോമീറ്റർ സ്ക്വയർ വരെ 1 സെക്കൻഡേ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഇതാണ് നോർമലി ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ സർവേയിലുള്ള ഇൻഡെപ്തിലോട്ട് പോകാൻ പോവുകയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ്. സർവേനെ ക്ലാസിഫൈ ചെയ്യാൻ മെയിൻലി നമ്മൾ 3 ബേസിക്കിൻ്റെ 3 അല്ലെങ്കിൽ 4 ബേസിസിലാണ് പറയുന്നത്. ഒന്നെന്ന് വെച്ചാൽ നാച്ചർ ഓഫ് ഫീൽഡ് സർവേ. ഫീൽഡ് സർവേനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഫീൽഡ് സർവേ നമുക്കറിയാം, ലാൻഡ് സർവേയിങ് ഉണ്ട്, ഹൈഡ്രോസ്കോപ്പിക് അല്ലെങ്കിൽ മറൈൻ സർവേയിങ് ഉണ്ട്, ആസ്ട്രോണമിക്കൽ സർവേയിങ് ഉണ്ട്, മിലിറ്ററി സർവേയിങ് ഉണ്ട്. നാച്ചുറൽ ഫീൽഡ് ബേസ്ഡ് സർവേയിൽ ലാൻഡ് സർവേയിങ്, ഹൈഡ്രോഗ്രാഫിക് മറൈൻ സർവേയിങ്, ദെൻ ആസ്ട്രോണമിക് സർവേ. മിലിറ്ററി സർവേയിങ് ഒബ്ജക്റ്റിൻ്റെ ബേസിസിലാണ് വരുന്നത്. ലാൻഡ് സർവേയിങ് തന്നെ പിന്നെ ടോപ്പോഗ്രഫിക് സർവേ അല്ലെങ്കിൽ സിറ്റി സർവേ അല്ലെങ്കിൽ കാഡസ്ട്രിയൽ സർവേ എന്ന് പറഞ്ഞാൽ പിന്നെയും അതിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ടോപ്പോഗ്രഫിക് സർവേ എന്ന് വെച്ചാൽ എന്തോന്നാണ് നമുക്കറിയാം. ടോപ്പോ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നാച്ചുറൽ ഫീച്ചേഴ്സ് കൺട്രിയിൽ അല്ലെങ്കിൽ അതായത് നാച്ചുറൽ ഫീച്ചേഴ്സായ റിവേഴ്സ്, ഫോറസ്റ്റ്, ഹില്ലിനെ കുറിച്ചൊക്കെ ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ലാൻഡ് സർവേയിലുള്ള ടോപ്പിലുള്ള സംഭവങ്ങൾ ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ. അടുത്ത സിറ്റി സർവേ എന്ന് പറയുന്നത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രീറ്റിൽ ഉള്ള കണ്ടക്റ്റഡ് ഇൻ കണക്ഷൻ വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രീറ്റ്സിലുള്ള സംഭവങ്ങൾ. അതായത് ഇപ്പം വാട്ടർ സപ്ലൈ സിസ്റ്റംസ്, സീവേഴ്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ലാൻഡ് സർവേയിലുള്ള സിറ്റി സർവേസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തത് കാഡസ്ട്രിയൽ സർവേ എന്ന് വെച്ചാൽ എന്തോന്ന് വെച്ചാൽ to fix property lines, calculate land area to fix boundaries of municipality, districts, etc. എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർട്ടി ലൈൻസ് അല്ലെങ്കിൽ നമ്മൾ ലാൻഡ് ഏരിയയൊക്കെ പ്രോപ്പർട്ടി ലൈൻസ് ഫിക്സ് ചെയ്യാൻ, ഇത് ഒരാളുടെ പ്രോപ്പർട്ടിന്ന് ഇത്രയും ഫിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള ലാൻഡിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലാതെ പിന്നെ മുനിസിപ്പാലിറ്റീസും ഡിസ്ട്രിക്റ്റിൻ്റെയൊക്കെ ബൗണ്ടറീസൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യാനാണ് കാഡസ്ട്രി. നോർമലി ഫിക്സ് ചെയ്യാൻ ഏതൊക്കെ പ്രോപ്പർട്ടി ലൈൻസ് ഫിക്സ് ചെയ്യാൻ, ലാൻഡ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഫിക്സ് ബൗണ്ടറീസ് ഓഫ് മുനിസിപ്പാലിറ്റീസും ഡിസ്ട്രിക്റ്റും ഒക്കെയാണ് നമ്മൾ ലാൻഡ് സർവേയിലുള്ള കാഡസ്ട്രിയൽ സർവേ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ബേസ്ഡ് ഓൺ നാച്ചർ ഓഫ് ഫീൽഡിൽ ഫസ്റ്റ് വൺ ലാൻഡ് സർവേ, സെക്കൻഡ് വൺ ഹൈഡ്രോഗ്രാഫിക് സർവേ ഓർ മറൈൻ സർവേ, തേർഡ് വൺ ആസ്ട്രോണമിക്കൽ സർവേ. ഇപ്പോൾ ഫസ്റ്റ് ലാൻഡ് സർവേനെ ഫർദറായിട്ട് ടോപ്പോഗ്രഫിക് സർവേ എന്നും സിറ്റി സർവേ എന്നും കാഡസ്ട്രിയൽ സർവേ എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ മറൈൻ സർവേ. നോർമലി അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഹൈഡ്രോ എന്ന് പറയുമ്പോൾ വാട്ടറാണ് മീനിങ്, മറൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് സീയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. അപ്പം നമ്മൾ ഹൈഡ്രോഗ്രാഫിക് സർവേ അല്ലെങ്കിൽ മറൈൻ സർവേ നമ്മൾ ഈ മീൻ സീ ലെവലൊക്കെ ഉണ്ടല്ലോ, ആ മീൻ സീ ലെവലിൻ്റെ ആ ഒരു ഹൈറ്റ്, അല്ലെങ്കിൽ ഹാർബർ വർക്ക്സ്, പിന്നെ വാട്ടറിൻ്റെ ഡെപ്ത്, പിന്നെ എന്തോ ഓഷൻ്റെ ടൈഡിൻ്റെ മാറ്റ്, ഫ്ലക്ച്വേഷൻസ് ഇൻ ഓഷൻ ടൈഡ്, പിന്നെ ഓഷൻ ബൗണ്ടറീസിനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഡ്രോഗ്രാഫിക് സർവേ അല്ലെങ്കിൽ മറൈൻ സർവേ ഉപയോഗിക്കുന്നത്. അത് ലാൻഡ് സർവേയിലെ ക്ലാസിഫിക്കേഷനാണ്. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ലാൻഡ് സർവേയുടെ ആസ്ട്രോണമിക് സർവേ. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസിഫൈ ലാൻഡ് സർവേ, അതിനെ ടോപ്പോഗ്രഫിക് സർവേ, സിറ്റി സർവേ, കാഡസ്ട്രൽ സർവേ എന്ന് ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് ഹൈഡ്രോഗ്രാഫിക് സർവേ അല്ലെങ്കിൽ മറൈൻ സർവേ, മൂന്നാമത്തത് ആസ്ട്രോണമിക് സർവേ. ആസ്ട്രോണമിക്കൽ സർവേ എന്ന് പറയുമ്പോൾ എന്താണ്, ലാൻഡ് സർവേയുടെ ക്ലാസിഫിക്കേഷനാണ്. ആസ്ട്രോണമിക്കൽ സർവേയിൽ കൺസിസ്റ്റ് ഒബ്സർവേഷൻ ടു ഹെവൻലി ബോഡീസ് സജസ്റ്റ്. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അസ്ട്രോണമി നമുക്ക് പറയുമ്പോൾ അറിയാം, നമുക്ക് ഹെവൻലി ബോഡീസിന് വേണ്ടി ഡിറ്റർമിൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അത് ഇപ്പം കൂടുതലും ഏതെങ്കിലും പോയിൻ്റ് അല്ലെങ്കിൽ to determine absolute location of any point and direction, any line on the earth surface. നമ്മൾ ഹെവൻലി വിത്ത് റെസ്പെക്ട് ടു എർത്ത് സർഫസിൽ നമ്മൾ ഹെവൻലി ബോഡീസൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അബ്സല്യൂട്ട് ലൊക്കേഷൻ, എനി പോയിൻ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എനി ലൈൻ ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. അതിന് വേണ്ടിയിട്ടാണ് ആസ്ട്രോണമിക് സർവേ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് ഒബ്ജക്റ്റിൻ്റെ ബേസിസിൽ
കുറേ ക്ലാസ്. ഒന്നെന്ന് വെച്ചാൽ മിലിറ്ററി സർവേ, രണ്ടാമത്തത് മൈൻ സർവേ, മൂന്നാമത്തെ ജിയോളജിക്കൽ സർവേ, 4 ആർക്കിയോളജിക്കൽ സർവേ, 5 ഗ്രാവിറ്റി സർവേ, 6 എൻജിനീയറിംഗ് സർവേ. അപ്പം ഫസ്റ്റ് വൺ മിലിറ്ററി സർവേ എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ടു ഡിറ്റർമിൻ പോയിൻറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. നമ്മൾ എന്തെങ്കിലും സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ടാണ് മിലിറ്ററി സർവേയിങ്, എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അടുത്ത് മൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് മിനറൽസ് ഒക്കെ നോക്കാൻ വേണ്ടി അങ്ങനെ ആ ടൈപ്പ് സർവേ, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഫോർ എക്സ്പ്ലോറിങ് മിനറൽ വെൽത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ജിയോളജിക്കൽ സർവേയിങ് അതെന്ന് വെച്ചാൽ ടു ഡിറ്റർമിൻ ഡിഫറെൻറ്റ് സ്ട്രാറ്റ ഇൻ എർത്തിൽ തന്നെ ഓരോ ഹൈറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റ എന്നാണ് നമ്മൾ പറയുന്നത്. ഓരോ സ്ട്രാറ്റയിൽ ഓരോ ടൈപ്പ് എന്തോന്നായിരിക്കും, മിനറൽസും ഒക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചേർന്നിട്ടായിരിക്കും ഓരോ സ്ട്രാറ്റയും ക്രിയേറ്റ്. അപ്പം നമ്മൾ ഓരോ സ്ട്രാറ്റയിലുള്ള എർത്തിലുള്ള ഡിഫറെൻറ്റ് സ്ട്രാറ്റ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാനാണ് അങ്ങനത്തെ ഒരു ടൈപ്പ് സർവേ ഉപയോഗിക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ എന്ന് വെച്ചാൽ ടു അൺഎർത്തൻ ദ റിലിക്സ് ഓഫ് ആൻറ്റിക്വിറ്റി. ആർക്കിയോളജി, പണ്ടത്തെ കാലത്തുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ആർക്കിയോളജിക്കൽ സർവേയിങ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഗ്രാവിറ്റി സർവേ ടു ഡിറ്റർമിൻ വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റി അറ്റ് പ്ലേസസ്. ഓരോ പ്ലേസസിലുള്ള ഗ്രാവിറ്റി ഡിറ്റർമിൻ ചെയ്യാനാണ് ഗ്രാവിറ്റി സർവേ. ദെൻ എഞ്ചിനീയറിംഗ് സർവേ എന്തോന്നായിരിക്കും, ടു ക്വാണ്ടിറ്റീസ് ഓഫ് ഡിസൈൻ എഞ്ചിനീയറിംഗ് വർക്ക്സ്. നമ്മൾ നോർമലി സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സ് ഏതിലൊക്കെ നമ്മൾ റോഡ്സ്, റിസർവോയേഴ്സ്, സീവേഴ്സ് എക്സെട്ര. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്, അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എഞ്ചിനീയറിംഗ് സർവേ ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് സർവേയിലും പക്ഷേ മെയിൻലി നമ്മൾ പഠിക്കും അങ്ങോട്ട്, പക്ഷേ മെയിൻലി ജസ്റ്റ് പറഞ്ഞു പോവാം. റിക്കഗ്നൈസേഷൻ സർവേ, പ്രിലിമിനറി സർവേ, ഡീറ്റെയിൽഡ് ലൊക്കേഷൻ സർവേ എന്ന് പറഞ്ഞാൽ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് എഞ്ചിനീയറിംഗ് സർവേയിൽ. റിക്കഗ്നൈസേഷൻ സർവേ എന്ന് വെച്ചാൽ നമ്മൾ എന്തുവാ, നമ്മൾ ഫസ്റ്റ് ഒരു സൈറ്റ് നമ്മൾ കാണാൻ പോകണം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് വെച്ച് നമ്മൾ കാണും, നാക്കഡായിട്ട് നമ്മൾ കാണുന്നതും ജസ്റ്റ് ഒരു വെച്ചിട്ടുള്ള ജഡ്ജിമെൻറ്റിനാണ് പേസിങ് എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഈ നടന്നിട്ടൊക്കെ നമ്മളിങ്ങനെ എത്ര അടി ഉണ്ടെന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ്, അതിനാണ് ജസ്റ്റ് നമ്മൾ നടന്നൊക്കെ ഒന്ന് ജഡ്ജ്മെൻറ്റ് വെച്ച് നാക്കഡായിട്ട് ജഡ്ജ്മെൻറ്റ് വെച്ച് നേക്കഡ് കൊണ്ട് നമ്മൾ എന്താണ് കാണുന്നത് അതാണ് നമ്മൾ എന്തോന്ന് പറയുന്നത് റെക്കഗ്നൈസ് സർവേ എന്ന് പറയുന്നത്. അടുത്തത് പ്രിലിമിനറി സർവേ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്തോന്ന് ചെയ്തു, നമ്മൾ ജസ്റ്റ് ജഡ്ജ്മെൻറ്റ്, അതേപോലെ പേസിങ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര നടന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നതാണ്, എത്ര സ്റ്റെപ്പ് എത്ര അടി ഉണ്ടെന്നൊക്കെ നോക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ പ്രിലിമിനറി ആയിട്ട് വരും. പിന്നെ ഉള്ളത് നമുക്ക് നന്നായിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡ് മാത്രം പോലെ നമ്മൾ ഡെപ്തായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ലൊക്കേഷൻ സർവേ ഡൺ അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദി എഞ്ചിനീയറിംഗ് വർക്ക് യൂസിങ് പ്രിസൈസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ച് ചെയ്യുന്നതാണ് ഡീറ്റെയിൽഡ് ലൊക്കേഷൻ. അത് പിന്നെ അടുത്ത ഇതിലോട്ട് ഇത് പറഞ്ഞത്. പിന്നെ അതിൽ വരുന്നതാണ് മെത്തേഡ് ബേസ്ഡ് ട്രയാങ്കുലേഷൻ ട്രാവേഴ്സിലൊക്കെയാണ് എന്തോ തിയോഡലൈറ്റ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നത്. ടാക്കിയോമെട്രിക്ക് ഉണ്ട്. പിന്നെ അതിന് നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻ്റ്, ചെയിൻ സർവേയിങ്, കോമ്പസ്, പ്ലെയിൻ ടേബിൾ, തിയോഡലൈറ്റ്, ടാക്കിയോമെട്രി, ആക്സിൽ, ഫോട്ടോഗ്രാമെട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് വരുന്നുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് യൂണിറ്റ് കൺവേർഷനിൽ ആക്ച്വലി യൂണിറ്റ് കൺവേർഷൻ ഒരുപാടുണ്ട് സർവേയിൽ. പക്ഷെ നമുക്ക് ഡെയിലി ഒരു 9 എണ്ണമൊക്കെ 3 വെച്ച് നിങ്ങളങ്ങ് പഠിച്ചാൽ മതി. യൂണിറ്റ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഫസ്റ്റ് ഒരു പണ്ട് കാലത്ത് ഫസ്റ്റ് എനിക്ക് ഇയർ ഓർമ്മയില്ല, പണ്ട് കാലത്ത് വന്നത് ബ്രിട്ടീഷുകാരാണ് ഈ യാർഡെന്ന് പറയുന്ന ബ്രിട്ടനിലാണ് ബ്രിട്ടീഷുകാരാണ് യാർഡെന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. പക്ഷേ അവർ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർക്ക് മെഷർമെൻറ്റൊക്കെ ഭയങ്കര പാടായിട്ട് തോന്നി. അങ്ങനെ അവരൊരു സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ അവർ നോക്കി. എന്ന് വെച്ചാൽ ഒരു യാർഡെന്ന് പറയുമ്പോൾ ഇത്ര ആയിരിക്കണമെന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാം. അതിനുവേണ്ടി അവരൊരു ബ്രോൺസ് റോഡ്, അതിനുവേണ്ടി ഞാൻ ഡെമോയ്ക്കൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു റെക്റ്റാങ്കുലർ സംഭവം ബ്രോൺസ് റോഡെന്ന് വയ്ക്കുക. അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ലെങ്ത് മാറിയിട്ട് അവർ 2 ഗോൾഡൻ പിൻസ് അടിച്ചു. അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഇത്രയാണ് അവരെന്തോന്ന് 1 യാർഡെന്ന് പറഞ്ഞ് സ്റ്റാൻഡർഡൈസ് ചെയ്തത്. നോർമലി 1 യാർഡ് നമ്മളെ സെൻറ്റിമീറ്ററിൽ 91.44 സെൻറ്റിമീറ്ററിന് പറയുന്നത് കാര്യം. പക്ഷെ നമ്മൾ അടുത്തതും കൂടെ പറഞ്ഞുതരാം. ഫ്രാൻസിൽ പക്ഷേ മെട്രിക് സിസ്റ്റം മീറ്ററിലാണ് പറയുന്നത്. അതാണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത്. അതും സെയിം തന്നെയാണ്. പക്ഷെ അവർ ബ്രോൺസ് റോഡിന് അവർ എന്തോന്നാണ് ഉപയോഗിച്ചത്,
പ്ലാറ്റിനം ഇറിഡിയം ബാറാണ് ഉപയോഗിച്ചത്. എന്നിട്ട് അവരെന്ത് ഇതേപോലെ സ്റ്റാൻഡർഡൈസ് ചെയ്തതാണ്. പക്ഷേ അവർ 1 മീറ്ററിൽ 100 മീറ്റർ 100 സെൻറ്റിമീറ്റർ, പക്ഷേ 1 യാർഡ് ഈക്വൽ ടു 91.44 സെൻറ്റിമീറ്ററേ ഉള്ളൂ. എന്ന് വെച്ചാൽ 1 യാർഡ് 100 സെൻറ്റിമീറ്ററിനെക്കാട്ടും കുറച്ച് കുറവാണ്. അവർ ഈ ഫ്രാൻസുകാർ എന്ത് ചെയ്തു, കുറച്ചുകൂടെ റൗണ്ട് ചെയ്ത് വാല്യൂ എടുത്തിട്ടുണ്ട്. പക്ഷേ നോർമലി മെട്രിക്കാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് കുറേ യൂണിറ്റ്സാണ്. പക്ഷേ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. പക്ഷേ ഡെയിലി ഒരു 9 എണ്ണം പഠിച്ചു പോയാൽ അത് നല്ലതാണ്. കാര്യം ഇതിൽ ഏതെങ്കിലും 2 എണ്ണമൊക്കെ ചോദിക്കാറുണ്ട് നോർമലി. 1 യാർഡ് നമ്മൾ പറഞ്ഞു ഏതാണ്, ബ്രിട്ടീഷ് അല്ലെങ്കിൽ ബ്രിട്ടനിലുള്ള ഇത് ബ്രിട്ടീഷുകാരാണ് 1 യാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ബ്രോൺസ് റോഡ് വെച്ച് ഗോൾഡ് പിൻസ് വെച്ച് ചെയ്തത്. ഞാൻ രണ്ടാമതൊരു റെക്റ്റാങ്കിൾ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫുൾ റെക്റ്റാങ്കിൾ ഇത് 1 യാർഡെന്ന് വെച്ച് ഈ 1 യാർഡിന് നമുക്ക് 3 ഫീറ്റ് നമുക്ക് 3 അടിയായിട്ട് മാറ്റാൻ പറ്റും 1 യാർഡെന്ന് പറയുന്നത്. അതായത് ഈ നമുക്കറിയാം ഒരു സ്കെയിലെന്ന് പറയുന്നത് എത്രയാണ്, 15 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 100 സെൻറ്റിമീറ്റർ റൗണ്ട് ചെയ്ത് പറയാം, 100 സെൻറ്റിമീറ്ററിന് 3 ഭാഗങ്ങളായിട്ട് മാറ്റുമ്പോൾ നമ്മൾ ഒരു ഇത് കിട്ടും, 1 അടി കിട്ടും, 1 ഫീറ്റ്. അപ്പോൾ 1 യാർഡിൽ 3 ഫീറ്റ്, നമുക്ക് 3 ഫീറ്റ് വയ്ക്കാൻ പറ്റുമെന്ന് ആലോചിച്ചാൽ മതി. അടുത്ത് 1 ഫീറ്റിലെന്ന് പറയുമ്പോൾ അപ്പോൾ 1 ഫീറ്റ് എന്ന് യാർഡിന് അപ്പോൾ 100 സെൻറ്റിമീറ്റർ കാട്ടിയും കുറഞ്ഞ് 3/1 എന്തോന്നായി, 1 ഫീറ്റായി. 1 ഫീറ്റായിട്ട് വന്നു. ആ 1 ഫീറ്റിന് നമുക്ക് 12 ഇഞ്ചുകളായിട്ട് ഇഞ്ച് വൈസ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 1 യാർഡ് 3 ഫീറ്റെങ്കിൽ 1 ഫീറ്റ് 12 ഇഞ്ച്. ഞാൻ അതിനെയും പിന്നെ ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഇതിനെ ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ളെന്ന് പറയുന്ന 1 യാർഡാണെങ്കിൽ ഓരോ പീസും ഓരോ ഫീറ്റാണ്. ഓരോ ഫീറ്റിനെ ഞാൻ 12 ഇഞ്ചായിട്ട് ഡെമോ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്. ഐ തിങ്ക് 1 ഇഞ്ച് എന്ന് വെച്ചാൽ 2.43 സെൻറ്റിമീറ്റർ ആണെന്ന് തോന്നുന്നു. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ഇത് പഠിക്കുമ്പോൾ അതും കൂടെ ചേർത്ത് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് 9 എണ്ണം പഠിക്കാം. അടുത്തത് നമുക്ക് ഇപ്പം ഈ എപ്പോഴും ചോദിക്കും ഒരു പോൾ അല്ലെങ്കിൽ ഒരു റോഡ് എത്രയെന്ന് നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഒരു പോൾ അല്ലെങ്കിൽ ഒരു റോഡ് അതെന്ന് വെച്ചാൽ 5.5 യാർഡാണ്. 5.5 യാർഡാണ് ഒരു പോൾ അല്ലെങ്കിൽ ഒരു റോഡെന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനാണ്, ഈ എത്ര പോള് ചേരുമ്പോഴാണ് ഒരു ഗുണ്ടേഴ്സ് ചെയിൻ അല്ലെങ്കിൽ സർവേസ് ചെയിൻ ഉണ്ടാകും. 4 പോള് നമുക്കറിയാം, ഒരു പോളിൽ 5.5 എന്തോന്നുണ്ട് യാർഡുണ്ട്, 5.5 യാർഡുണ്ട്. അപ്പം ഈ 4 പോളുകൾ ചേരുമ്പോൾ 66 ഫീറ്റ് ആവുമെന്നാണ് പറയുന്നത്. ഈ 66 ഫീറ്റ് എന്ന് പറയുന്നത് ഒരു ഗുണ്ടേഴ്സ് ചെയിൻ അല്ലെങ്കിൽ സർവേസ് ചെയിനാണ്. ഇത് നിങ്ങൾ തന്നെ പഠിക്കേണ്ട, ഇത് നിങ്ങൾ തന്നെ കാണാണ്ട് ഇങ്ങനെ പറഞ്ഞ് പഠിക്കേണ്ടതാണ്. അടുത്ത് ഈ 10 ഗിൻഡേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞാൽ 1 ഫർലോഗ് എന്നാണ് പറയുന്നത്. ഈ 8 ഫർലോഗ് ചേരുമ്പോഴാണ് 1 മൈലാവുന്നത്. പിന്നെ 6 ഫീറ്റ് ചേരുമ്പോൾ 1 ഫീറ്റ് എന്ന് വെച്ചാൽ 12 ഇഞ്ച്, 3 ഫീറ്റ് 1 യാർഡ്, അപ്പോൾ 6 ഫീറ്റ് എന്ന് വെച്ചാൽ 2 യാർഡ് വരും. അപ്പോൾ 2 യാർഡ് 6 ഫീറ്റ് എന്ന് പറയുന്നത് 1 ഫാത്തമാണ്. 120 ഫാത്തം എന്ന് പറയുന്ന ഒരു കേബിൾ ലെങ്താണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് 1 നോട്ടിക്കൽ മൈൽ എന്ന്, അല്ലെങ്കിൽ 6080 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 1 നോട്ടിക്കൽ മൈലാണ്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നമുക്ക് ടോപ്പിക്സ് കഴിഞ്ഞിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. താങ്ക് യു.